ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. സംസ്ഥാന വ്യാപകമായി KSU പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് KSU സംഘടിപ്പിച്ച ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ KSU സംഘടിപ്പിച്ച മാർച്ച് അക്രമത്തിൽ കലാശിച്ചിരിക്കുന്നു, സംഘർഷത്തിൽ കലാശിച്ചിരിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം നടക്കുന്നു. ഡാൻ കുര്യൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഡാൻ, ഈ KSUവിന്റെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് നീങ്ങുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണോ? പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പോലീസ് തുടർച്ചയായി പ്രതിഷേധക്കാർക്ക് നേരെ 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും KSU പ്രവർത്തകർ പിന്തിരിയാൻ കൂട്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് തുടർച്ചയായി വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് നടപടികളിലേക്കൊന്നും കടന്നിട്ടില്ല. ഒരു തവണ ബാരിക്കേഡിന് മുകളിലൂടെ താഴേക്ക് ചാടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചിരുന്നു. അത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വാക്ക് തർക്കത്തിലേക്ക് നയിച്ചിരുന്നു. അതിന് പിന്നാലെ ചിതറിയോടിയ പ്രവർത്തകരിൽ ചിലർ മറുവശത്ത് കൂടി DPI ഓഫീസിനടുത്തേക്ക് എത്താനായി നടത്തുന്ന ശ്രമമാണ് ഇപ്പോൾ തർക്കത്തിന് വഴിവെച്ചിരിക്കുന്നത്. DPI ഓഫീസിന്റെ പ്രധാന കവാടത്തിലടക്കം കൂടുതൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ പോലീസ് ചിലപ്പോൾ ഇനി അങ്ങ് നടപടികളിലേക്ക് കടന്നേക്കാം. വളരെ സംയമനത്തോടെയായിരുന്നു ഇത്രയും സമയം പ്രതിഷേധക്കാരെ നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് മാത്രം പ്രതിഷേധക്കാർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പശ്ചാത്തലത്തിൽ മറ്റ് നടപടികളിലേക്ക് കടന്നേക്കാം. ഇവരെ വിരട്ടി ഓടിക്കുന്നതടക്കമുള്ള തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനാണ് സാധ്യത. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ചെതറിയോടിയ പ്രവർത്തകർ വീണ്ടും സംഘടിച്ചെത്തി ബാരിക്കേഡിന് മുകളിലൂടെ താഴേക്ക് ചാടാൻ നടത്തിയ ശ്രമമാണ് പോലീസ് 3-4 തവണ ചെറുത്തത്. പക്ഷേ എന്നിട്ടും പ്രവർത്തകരാരും തിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ സംസ്ഥാന പോലീസ് മേധാവിയുടെ അടക്കം വസതി ഉള്ള സ്ഥലമാണ് തൊട്ടടുത്തായിട്ട്. അതുകൊണ്ട് അത് സുരക്ഷാ മേഖലയാണ്. അവിടേക്ക് ഇങ്ങനെ കൂടുതൽ പ്രതിഷേധക്കാർ എത്തുന്ന ഒരു സാഹചര്യം അത് പോലീസിനും തലവേദനയായി മാറും. അതുകൊണ്ട് തന്നെ അധിക സമയം ഇങ്ങനെ പ്രതിഷേധം തുടരുന്ന സാഹചര്യം ഉണ്ടായാൽ ഈ KSU പ്രവർത്തകരെ ഇവിടുന്ന് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കം തന്നെയാണ് സാധ്യത. അങ്ങനെ ഒരു നീക്കം ഇനി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. ബാരിക്കേഡ് മറിച്ചിട്ടുകൊണ്ട് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമമാണ് പ്രതിഷേധക്കാർ നടത്തുന്നത്. വീണ്ടും പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോടായിരുന്നല്ലോ, കോഴിക്കോട് ട്യൂഷൻ സെന്ററിനെതിരെ ആയിരുന്നല്ലോ ആദ്യം ആരോപണം ഉയർന്നത്. SSLCയുടെയും +1ന്റെയും പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു എന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ KSU വീണ്ടും ആരോപണവുമായി രംഗത്തെത്തുന്നു. SSLC ക്രിസ്മസ് പരീക്ഷയുടെ കെമിസ്ട്രി ചോദ്യപേപ്പർ ചോർന്നു എന്ന ആരോപണം ഉന്നയിക്കുന്നു. അതായത് ഒരു വശത്ത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം നടക്കുന്നതിനിടെയാണ്, ക്രൈംബ്രാഞ്ചിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും അന്വേഷണം നടക്കുന്നതിനിടെ വീണ്ടും ചോദ്യപേപ്പർ ചോരുന്നു. ഈ വിഷയം KSU വലിയൊരു രാഷ്ട്രീയ ആയുധമാക്കുന്നു. അതായത് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് ഡാൻ? KSU മാത്രമല്ല, എല്ലാ പ്രതിപക്ഷ യുവജന സംഘടനകളും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടക്കം മുതൽ തന്നെ ഇത് അധ്യാപകരും ഈ യൂട്യൂബ് ചാനലുകളുടെ ഉടമകളും തമ്മിലുള്ള ഒരു അവിഹിത കൂട്ടുകെട്ടാണ് ഇങ്ങനെ ചോദ്യപേപ്പറുകൾ തന്നെ ചോരുന്ന സാഹചര്യത്തിലേക്ക് നയിക്കുന്നത് എന്നൊരു ആക്ഷേപമാണ് യുവജന സംഘടനയുടെ പ്രതിനിധികൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതിന് ആക്കം പകരുന്ന തരത്തിലുള്ള തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാഥമിക അന്വേഷണത്തിൽ പുറത്തു വരികയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ള സർക്കാർ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോഴും ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. കേസിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകളെയും പിടികൂടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ വ്യക്തമാക്കിയത്. അതിന് പിന്നാലെയാണ് ഉന്നതതല അന്വേഷണം ഈ വിഷയത്തിൽ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KSU സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ മാർച്ച് 1 മണിയോടെ ഇവിടേക്ക് എത്തിയത്. അതിപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രതിഷേധക്കാർ ബാരിക്കേഡിന് സമീപം നിന്ന് പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രതിഷേധക്കാർ ചിതറിയോടിയതിനു ശേഷം വീണ്ടും സംഘടിച്ചെത്തി ബാരിക്കേഡിന് മുൻപിൽ നിന്ന് പോലീസുമായി നേർക്കുനേർ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഡാൻ, ഈ പ്രതിഷേധക്കാരുടെ ആവശ്യം എന്താണ്? അതായത് ഈ ക്രൈംബ്രാഞ്ചിന് അന്വേഷണമുണ്ട്, വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുന്നുണ്ട്. കാരണം നേരത്തെ നമുക്കറിയാം അധ്യാപകരിലേക്കടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചാ വിവാദവുമായി ബന്ധപ്പെട്ട അധ്യാപകരിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. ഏത് രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നാണ് KSU ആവശ്യപ്പെടുന്നത്?
അത് തന്നെയാണ് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടത്. ആദ്യം ഞാൻ വ്യക്തമാക്കിയത് ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഈ വിഷയത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും കേവലം ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമകളെ അറസ്റ്റ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ ചോദ്യപേപ്പർ ചോരാനിടയാക്കിയ സാഹചര്യം എന്താണെന്ന് വ്യക്തമായി പരിശോധിക്കണമെന്ന ആവശ്യം മുമ്പോട്ട് പോകുന്നു. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ കയ്യാങ്കളിയിലേക്ക് കടക്കുന്ന സാഹചര്യം എത്തിയിരിക്കുന്നു. പോലീസ് ലാത്തി വീശുകയാണ് മറുവശത്ത് നിന്ന്. പ്രതിഷേധക്കാരിൽ വിദ്യാർത്ഥിനികളടക്കം ഉൾപ്പെട്ടിട്ടുമുണ്ട്. അവർക്ക് നേരെയാണ് ഈ പ്രതിഷേധം നടന്നുകൊണ്ട് ഇരിക്കുന്നത്. അവർക്ക് നേരെയാണ് പോലീസിന്റെ നടപടികൾ ഉണ്ടാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാരിക്കേഡിന് സമീപത്ത് കൂടി മറുവശത്തേക്ക് കടക്കാൻ, DPIക്ക് സമീപത്തേക്ക് കടക്കാൻ പ്രതിഷേധക്കാർ നടത്തിയ ശ്രമം പോലീസ് ബലം പ്രയോഗിച്ച് ചെറുക്കുന്ന സാഹചര്യമാണ് നിലവിൽ. ലാത്തി ഉപയോഗിച്ച് അവരെ വിരട്ടി ഓടിക്കാൻ നേരത്തെയും 2 തവണ ശ്രമിച്ചിരുന്നു. പക്ഷെ അത് ഫലം കണ്ടില്ല. അതിനുശേഷവും മറുവശത്ത് കൂടി ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടക്കാനായി ഈ പ്രതിഷേധക്കാർ നടത്തിയ ശ്രമത്തിന് നേരെയാണ് പോലീസ് ഇപ്പോൾ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ചയിലാണ് KSUവിന്റെ പ്രതിഷേധം നടക്കുന്നത്. KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നു, ജലപീരങ്കി പ്രയോഗിച്ചു. ഈ പ്രതിഷേധം ക്രമസക്തമാകുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ.